അപ്പം നമുക്കിനി DK ശിവകുമാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ. കാര്യം അദ്ദേഹത്തിൻ്റെ കാലം കർണാടകത്തിൽ ആരംഭിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ താങ്ങി നിർത്തിയ നേതാവാണ് ദോഡനഹള്ളി കെമ്പക്കൗഡ ശിവകുമാർ എന്ന DK ശിവകുമാർ. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള DK ശിവകുമാറിൻ്റെ യാത്ര രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും തന്ത്രപരമായ കരുനീക്കങ്ങളുടെയും കഥയാണ്. Thinking together is the progress, working together is the success. That is what I said on the day. I assured Srimati Sonia Gandhi, Rahul Gandhi and Priyanka Gandhi that and Mr. Mallikarjun Kharge that I will deliver Karnataka to their fold. I can't forget Srimati Sonia Gandhi coming to meet me in jail when all these BJP people put me under jail. BJP എന്നെ തീഹാർ ജയിലിൽ അടച്ചപ്പോൾ ഓടിയെത്തിയ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിന്നെ മല്ലികാർജുൻ ഖർഗെക്കും ഞാൻ വാക്ക് കൊടുത്തതാണ് കർണാടകയെ കോൺഗ്രസിന്റെ കൈവെള്ളയിൽ ഏൽപ്പിക്കുമെന്ന്. 2023 കർണാടക തെരഞ്ഞെടുപ്പിലെ ആദ്യ ഫലം ഏതാണ്ട് പുറത്തു വന്നപ്പോൾ നിറ കണ്ണുകളോടെയും ഇടറുന്ന വാക്കുകളോടെയും കർണാടകയിലെ രാഷ്ട്രീയ ചാണക്യൻ പറഞ്ഞ വാക്കുകളാണിവ. കർണാടക രാഷ്ട്രീയത്തിലെ ദി ട്രബിൾ ഷൂട്ടർ DK ശിവകുമാർ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിന്റെ പടികടന്നു വന്ന DK 1989 തന്റെ 27ാം വയസ്സിലാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തോൽവി അറിയാതെ തുടർച്ചയായി 8 തവണ അദ്ദേഹം നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് കർണാടകയിലെ നിർണായക ശക്തിയായ വൊക്കലിഗ സമുദായത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ് മുഖമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രതിസന്ധിയിലായപ്പോഴൊക്കെ പാർട്ടിയെ കരകയറ്റാൻ മുന്നിൽ നിന്നത് ശിവകുമാർ ആയിരുന്നു. MLA-മാരെ ഒരുമിച്ച് നിർത്തുന്നതിൽ നിന്ന് തുടങ്ങി അസാധ്യമെന്ന് തോന്നിച്ച രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ വരെ അദ്ദേഹം പാർട്ടിയുടെ വിശ്വസ്തനായ ക്രൈസിസ് മാനേജറായി തിളങ്ങി. 2017 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാറ്റ ഭീഷണിയെ തുടർന്ന് ഗുജറാത്തിൽ നിന്നുള്ള 42 MLA-മാരെ ബംഗളൂരുവിലെ റിസോർട്ടിൽ താമസിപ്പിക്കാൻ മുൻകൈയെടുത്തത് DK ശിവകുമാറാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ വിജയിക്കാൻ കാരണമായി. मैं अहमद पटेल जो राज्यसभा का सदस्य निर्वाचित हुआ हूँ, सत्य निष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. 2018 BJP-യുടെ ശക്തമായ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തി കോൺഗ്രസ് JDS സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് DK-യുടെ ചാണക്യ തന്ത്രങ്ങളായിരുന്നു. 2023 കോൺഗ്രസ് കർണാടകയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയപ്പോൾ അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദത്തിലെത്തി. പാർട്ടിയുടെ വിജയശില്പിയായ ശിവകുമാർ ഉപമുഖ്യമന്ത്രി പദം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന് ലക്ഷ്യബോധം അവസാനിച്ചിരുന്നില്ല. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി വിശ്വസ്തതയും സംഘടനാശേഷിയും തെളിയിച്ച് അദ്ദേഹം തന്റെ കാത്തിരിപ്പ് തുടർന്നു. ഒരിക്കൽ ഗ്രാമീണ കർണാടകയിൽ നിന്ന് ഉയർന്നു വന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകൻ, പിന്നീട് പാർട്ടിയുടെ പ്രതിസന്ധി പരിഹാരകനായി മാറിയ നേതാവ്, ഇപ്പോൾ കർണാടകയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. കർണാടക രാഷ്ട്രീയത്തിലെ കനകപുര ഭണ്ഡെ ഇനി അധികാരത്തിന്റെ കൊടുമുടിയിൽ. പക്ഷേ ട്രബിൾ ഷൂട്ടർ എന്ന ഇമേജിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ എന്ന പുതിയ റോളിലേക്ക് DK ശിവകുമാർ എത്ര വേഗം മാറുന്നു എന്നതിലാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. സംഘടനാ രംഗത്ത് ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് DK ശിവകുമാർ. തെരഞ്ഞെടുപ്പ് ഗെയിം പ്ലാനുകൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ഈ കനകപുര പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഞാനൊരിക്കൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ DK ശിവകുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ്റെ പ്രസക്തി കർണാടക രാഷ്ട്രീയത്തിൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.